18കാരനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പിടിയിലായവരിൽ കാപ്പ കേസ് പ്രതിയും തൈക്കാട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് കത്തിക്കുത്ത് നടന്നത്. അരിസ്റ്റോ ജംഗ്ഷന് സമീപം താമസക്കാരനായ അലനെ 18 കുത്തിക്കൊന്ന കേസിലാണ് കാപ്പ പ്രതി അടക്കം 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചൊവ്വാഴ്ച ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അലന്റെ മൃതദേഹം ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് തൈക്കാട് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് അലന് കുത്തേറ്റത്. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് സംഭവം. രാജാജി നഗറിലെ കൗമാരക്കാരും സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികളും തമ്മിൽ സ്ഥിരമായ തർക്കമുണ്ടായിരുന്നു. ഇടയ്ക്കിടെ കയ്യാങ്കളിയിലുമെത്തി ഇതിൽ മുതിർന്നവരും ഇടപെട്ടതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. പേരൂർക്കട മണികണ്ഠേശ്വരം സ്വദേശിയായ അലന്റെ കുടുംബം 6 മാസത്തിന് മുമ്പാണ് അരിസ്റ്റോ ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയത്. വാക്കുതർക്കമുണ്ടാവുകയും ഒരാളെ അലൻ മർദ്ദിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു. പ്രകോപിതരായ സംഘം അലനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി. എഴുന്നേൽക്കാനുള്ള ശ്രമത്തിനിടെയാണ് കുത്തേറ്റത്. അലന്റെ ഇടതു നെഞ്ചിലാണ് ആഴത്തിൽ കുത്തേറ്റത്. ഹൃദയത്തിനേറ്റ മുറിവ് കാരണമുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. മൂർച്ചയേറിയതും കനം കുറഞ്ഞതുമായ ആയുധം വാരിയെല്ലുകൾക്കിടയിലൂടെ ഹൃദയത്തിലേക്ക് തറച്ചുവെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. കുത്തേറ്റ അലനെ 2 സുഹൃത്തുക്കൾ ചേർന്ന് ബൈക്കിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ഇരുവർക്കും മധ്യത്തായി ഇരുത്തിയിരുന്ന അലന്റെ കാലുകൾ യാത്രക്കിടെ നിലത്തുടഞ്ഞ് മുറിവേറ്റ നിലയിലായിരുന്നു. യാത്രക്കിടെ തന്നെ ജീവൻ നഷ്ടമായെന്നാണ് പോലീസ് പറയുന്നത്. അലന്റെ സഹോദരി ആൻഡ്രിയ 1 വർഷം മുമ്പ് മരിച്ചിരുന്നു.